Hello guys, welcome back to my channel. holidaycrewstudios എന്ന ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. സോ ഗൈസ്, ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. നമ്മൾ കുറേ നാളായി അൺബോക്സിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഇന്നൊരു അടിപൊളി അൺബോക്സ് വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. നമ്മളൊരു ഫോണിൻ്റെ അൺബോക്സ് വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അതായത് വിവോയുടെ തന്നെ സബ് ബ്രാൻഡായ Iqoo എന്ന് പറഞ്ഞൊരു ഫോണിൻ്റെ അൺബോക്സിംഗ് ആണ്. അതായത് Iqooയുടെ Z3 എന്ന് പറഞ്ഞ ഫോണിൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അൺബോക്സിംഗ് മാത്രമല്ല, ജസ്റ്റ് ഒരു ഓവർവ്യൂവും ജസ്റ്റ് ഫോണൊക്കെ ഓണാക്കി പിന്നെ അതിൻ്റെ സെറ്റിംഗ്സും കാര്യങ്ങളും ഫീച്ചേഴ്സും കൂടിയാണ് ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. അതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം കൂടെ നമ്മുടെ വീഡിയോ എത്തിക്കുക. അപ്പോൾ നമുക്ക് ഇന്ന് നോക്കേണ്ട നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ ഇതിൻ്റെ പാക്കേജ് പൊട്ടിക്കാൻ പോവാണ്. ആമസോണിൽ നിന്നാണ് നമ്മളിത് ഓർഡർ ചെയ്തത്. അപ്പോൾ Iqooയുടെ Z3 എന്ന് പറഞ്ഞ ഫോണാണ്. അതായത് വിവോയുടെ സബ് ബ്രാൻഡാണ് ഈ Iqooയുടെ Z3 എന്ന് പറഞ്ഞ ഫോൺ. അപ്പോൾ നമ്മളൊരു ബ്ലേഡ് എടുത്തിട്ടുണ്ട്. ആ ബ്ലേഡ് വെച്ച് നമ്മൾ നേരെ ഇവിടെ നിന്ന് ടോപ്പിൽ നിന്ന് പൊട്ടിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് ബോക്സ് ഒന്ന് തുറക്കുകയാണ്. ഈ ഗൈസ്, തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഫോണിൻ്റെ പാക്കേജ് കാണാൻ പറ്റും. അതിന് മുമ്പായിട്ട് അതിൻ്റെ ഒരു ബില്ല് അവർ വെച്ചിട്ടുണ്ട്, ആമസോണിൻ്റെ ബില്ല് വെച്ചിട്ടുണ്ട്. നമുക്കത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫോൺ ജസ്റ്റ് പുറത്തേക്കൊന്ന് എടുക്കാം. യെസ് ഗൈസ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും Iqooയുടെ അടിപൊളി ഒരു പാക്കേജ് ബോക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പാക്ക്ഡ് ബോക്സ് ആണ്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ Iqoo Z3 5G എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സീരിയൽ നമ്പറൊക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെ ആയിട്ട്, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കുന്നു. സോ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ബാക്കിൽ കൊടുത്താക്കണേ. ഇവിടെ ഇതിൻ്റെ വെയിറ്റും വെയിറ്റും ചക്കറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്താക്കണ ഫൈബർ ബ്ലൂ കളറാണ്. അതായത് 8GB 128GB വേരിയൻ്റ് ആണ്. 8GB റാമും 128GB ഇൻ്റർണൽ സ്റ്റോറേജും ഉള്ള ഒരു വേരിയൻ്റാണ് എടുത്താക്കണേ. മാത്രമല്ല ഇതിൻ്റെ വേറൊരു ഫീച്ചർ എന്ന് വെച്ചാൽ 8GBയോട് ഒരു 3GB എക്സ്റ്റെൻഡിങ് ഉണ്ട് റാം. അപ്പോൾ നമ്മുടെ സ്റ്റോറേജിൽ നിന്ന് ഇപ്പോൾ 8GBയുടെ കൂടെ വേറെ എക്സ്ട്രാ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ 3GB എക്സ്റ്റെൻഡ് ചെയ്ത്, അതായത് നമ്മുടെ സ്റ്റോറേജിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു ഫീച്ചർ ഉണ്ട്. പിന്നെ അതിനകത്ത് നെറ്റ് കണ്ടൻസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഹാൻഡ് സെറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു ചാർജർ, പിന്നെ ഒരു USB കേബിൾ, പിന്നെ വാറണ്ടി കാർഡ്, ക്വിക്ക് ഗൈഡ്, സിം എഡ്ജറ്റ് ടൂൾ, ഒരു കേസ്. ഇത്രയും കാര്യങ്ങളാണ് വന്നാക്കണേ. ഇതിനകത്ത് ഇട്ടാക്കണ റേറ്റ് 24,990 പക്ഷെ നമുക്ക് കിട്ടിയ റേറ്റ് എന്ന് പറഞ്ഞാൽ 20,990 കിട്ടുക. അപ്പോൾ ഇതിനകത്ത് മാക്സിമം റീറ്റെയിൽ പ്രൈസാണ് ഇട്ടാക്കണേ. അപ്പോൾ ഇത്ര റേറ്റ് വരെ അവർക്ക് മേടിക്കാം. സോ നമുക്ക് നേരെ ഒന്നും നോക്കണം, ഞാൻ വൈപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ജസ്റ്റ് ഇതിൻ്റെ പാക്കേജ് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഗൈസ്, ഇത് തുറന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു Iqoo എന്ന് പറഞ്ഞ ലോഗോ ജസ്റ്റ് ബോക്സിൽ ഇങ്ങനെ സിൽക്കി ആയിട്ടാണ് അവർ കൊടുത്താക്കണേ. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ഇവിടെ ഒരു സീലുണ്ട്, ജസ്റ്റ് ഒരു സീല് കാണാൻ പറ്റും. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യാം. ഗൈസ്, ആ സീല് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു സീലുണ്ട്, ഇതും ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് കൊടുക്കാം. യെസ് ഗൈസ്, നമുക്കപ്പോൾ നേരെ ഇവിടെ വെക്കാം. ഈ ബോക്സൊക്കെ ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ ബോക്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു യെല്ലോയിഷ് കോട്ടിങ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ജസ്റ്റ് ആ ഒരു ഇതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. സോ ഗൈസ്, നമ്മൾ ഇതെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതിനകത്ത് ഒരു കവർ കൊടുത്തിട്ടുണ്ട്, ഒരു കവറും പിന്നെ ചാർജറും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ. അപ്പോൾ നമുക്കത് നോക്കാം. ജസ്റ്റ് നമുക്ക് ഫോണിലേക്ക് അത് തന്നെ പോവാം. യെസ് ഗൈസ്, ഇവിടെ നമ്മുടെ ഫോൺ ഇരിപ്പുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് എടുക്കാം. യെസ് ഗൈസ്, നമ്മുടെ ഫോൺ കിട്ടിയിട്ടുണ്ട്. അടിപൊളി ഒരു ഫോണാണ് കിട്ടിയേക്കണം. നല്ല കളറൊക്കെ എന്ന് വെച്ചാൽ പെർഫെക്റ്റ് ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കുന്നു. ഗൈസ്, നമ്മുടെ അടിപൊളി ഫോൺ നമ്മുടെ കയ്യിലിരിപ്പുണ്ട്. അതായത് Iqooയുടെ Z3 ഫോൺ. ഇതിൻ്റെ ബാക്കൊക്കെ ഭയങ്കര ലുക്കിയാണ്. നിങ്ങൾക്കിപ്പോൾ നോക്കുമ്പോൾ തന്നെ കാണാം, ഭയങ്കര സിൽക്കി ഫിനിഷാണ് അവർ ചെയ്താക്കണേ. അപ്പോൾ ക്യാമറയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല വലിയൊരു സ്റ്റോട്ടിങ് തന്നെയാണ് ക്യാമറയ്ക്ക് കൊടുത്തിരിക്കണേ. അപ്പോൾ നമുക്ക് ഇത് ഓൺ ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഫോൺ മാറ്റി വെച്ചിട്ട് നമ്മുടെ ബോക്സിൽ വരുന്ന കാര്യങ്ങളും കൂടി ജസ്റ്റ് നോക്കാം. അതിൽ നമുക്ക് ജസ്റ്റ് ഫോണിൻ്റെ ഓവർവ്യൂവും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മൾ ഫോണൊന്ന് ജസ്റ്റ് ഇവിടെ വെക്കുകയാണ്. അപ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്നത് ഒരു കേബിൾ വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ, ചാർജിങ് കേബിൾ. അതായത് Type C കേബിളാണ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് അത് മാറ്റി വെക്കുകയാണ്. പിന്നെ ഒരു സിം എഡ്ജറ്റ് ടൂളും പിന്നെ നമുക്കൊരു കവറും കിട്ടുന്നുണ്ട്. നല്ല അടിപൊളി കവറാണ്. നോർമലി ഇപ്പോൾ വരുന്ന ഫോണിനൊക്കെ കിട്ടുന്ന പോലത്തെ കവർ തന്നെയാണ് ഇത് കിട്ടിയേക്കണേ. ട്രാൻസ്പാരൻറ്റ് കവറാണ്. സോ നമുക്ക് അതും ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. പിന്നെ നമുക്കൊരു യൂസർ മാനുവലാണ് കിട്ടുന്നത്. അതിൻ്റെ കൂടെ സിം എഡ്ജറ്റ് ടൂളും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നതിനകത്ത് ഒരു ബീസ്റ്റ് ചാർജർ ഉണ്ട്. 66 വാട്ടിൻ്റെ ഒരു ചാർജർ ഇതിനകത്ത് കാണാൻ പറ്റും.
അപ്പോൾ ഭയങ്കര വലിയൊരു ചാർജറാണ് നമുക്ക് കിട്ടുകയാണ്. സാധാ ഫോണിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു പകുതി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു മുക്കാലേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇത് ഭയങ്കര വലിയൊരു ചാർജറാണ്. പക്ഷേ 66 വാട്ടിൻ്റെ ചാർജർ ഉണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ 55 വാട്ടിൻ്റെ ചാർജർ മാത്രമേ നമുക്ക് സപ്പോർട്ട് ആവുള്ളൂ. ഇവിടെ തന്നെ ഇതാക്കണം നമുക്ക് കാണാൻ പറ്റും. വിവോയുടെ ഒരു ചാർജറാണ്, അതായത് 66 വാട്ടിന് ഇതാക്കണം നമുക്ക് കാണാൻ പറ്റും. പിന്നെ വരുന്നത് നമുക്ക് 2 സ്റ്റിക്കേഴ്സാണ്, അതായത് IMEI നമ്പറൊക്കെ കൊടുത്താക്കുന്ന 2 സ്റ്റിക്കേഴ്സാണ് വരുന്നത്. വേറെ ഒന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല. പിന്നെ ജസ്റ്റ് ബോക്സ് മാത്രമാണ്. നമുക്കിതിപ്പോൾ ജസ്റ്റ് മാറ്റി വെച്ച് നമ്മുടെ ഫോൺ എടുക്കാം. സോ ഗൈസ് നമുക്ക് ബോക്സിലാകെ ഇത്രയും കാര്യമാണ് വരുന്നത്. ഒന്നുകൂടി ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെ ചാർജർ വരുന്നുണ്ട്, ചാർജറിൻ്റെ കേബിൾ വരുന്നുണ്ട്, പിന്നെ ഒരു 66 വാട്ടിൻ്റെ ചാർജർ, പിന്നെ നമ്മുടെ ഫോണും കേസും സിം എഡിറ്ററുകൾ മാനുവൽ, പിന്നെ ബോക്സ്. ഇത്രയും കാര്യമാണ് നമുക്ക് Iqoo Z3 എന്ന് പറഞ്ഞ ഫോൺ മേടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് നമുക്ക് നേരെ നമുക്ക് ഫോണൊന്ന് ഓപ്പൺ ചെയ്യാം, ഫോണൊന്ന് ഓൺ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് നമ്മളിതിൻ്റെ സൈഡിൽ ഇവിടെ ഒരു സ്വിച്ച് ബട്ടൺ ഉണ്ട്. അപ്പം ജസ്റ്റ് നമുക്ക് ഓൺ ചെയ്ത് കൊടുക്കാം. യെസ് ഗൈസ്, ഓൺ ചെയ്തപ്പോൾ തന്നെ Iqoo 5G എന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്നിവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഓൺ വരെ. അതിൻ്റെ ഒരു അനിമേഷനും കാണിക്കുന്നുണ്ട് Iqoo 5G എന്ന് പറഞ്ഞാൽ. പിന്നെ യെസ് ഗൈസ്, ആദ്യം തന്നെ നമുക്ക് ഹലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് എന്ന് കാണാൻ പറ്റും. ഇവിടെ ലാംഗ്വേജ് നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഇവിടെ ഇംഗ്ലീഷ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നാണ് കൊടുത്താക്കണം. അപ്പോൾ അത് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സ്റ്റാർട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ലൊക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക് ഇന്ത്യ ടിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നെക്സ്റ്റ് കൊടുക്കാം. അതിന് യൂസർ അഗ്രിമെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ടിക്ക് കൊടുത്തിട്ട് ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ തന്നെ പിന്നെ നമുക്ക് പ്രൈവസി ടേംസ് ഒക്കെ കാണാം. അപ്പോൾ അതും ടിക്ക് കൊടുത്തിട്ട് ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. വാറണ്ടിയുടെ കാര്യങ്ങളും പിന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ വാറണ്ടി ഇലക്ട്രോണിക് വാറണ്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് കൊടുക്കാറുണ്ട്. പിന്നെ വൈഫൈയുടെ കണക്ട് ചെയ്ത് നമുക്കൊന്ന് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി അത് നമുക്ക് സെറ്റപ്പ് ഓഫ്ലൈൻ കൊടുക്കാം. അതിന് കണ്ടിന്യൂ ഇപ്പോൾ കൊടുക്കാം. അതിന് നമ്മൾ ഡേറ്റ് ആൻഡ് ടൈമൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് നെക്സ്റ്റ് കൊടുത്ത് വിടാം. യെസ് ഗൈസ്, അവസാനം നമുക്ക് ഒത്തിരി ഓപ്ഷൻസിന് ശേഷം കൺഗ്രാജുലേഷൻസ് യുവർ ഫോൺ ഈസ് റെഡി എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒത്തിരി ഓപ്ഷൻസ് അവർ ചോദിച്ചിട്ടുണ്ടായി, അതായത് ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യണോ അങ്ങനത്തെ ഒത്തിരി ഓപ്ഷൻസ് ആദ്യം തന്നെ ചോദിച്ചിട്ടുണ്ടായി. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് കൊടുക്കാം. സ്റ്റാർട്ട് കൊടുത്തപ്പോൾ ഫ്രഷ് ലോഡിങ് കാണിക്കുന്നുണ്ട്. അടിപൊളി ഒരു വാൾപേപ്പറൊക്കെ വന്നിട്ടുണ്ട്. യെസ് ഗൈസ്, നമ്മുടെ ഫോൺ അപ്പോൾ ജസ്റ്റ് ആയിട്ട് ലോഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫോൺ ജസ്റ്റ് ബൂട്ടപ്പ് ആയതുള്ളൂ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കുന്നു. ഇതാണ് ഫോണിൻ്റെ ഒരു ഫസ്റ്റ് വ്യൂ. നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ കിട്ടിയ ഫസ്റ്റ് വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. നല്ല സ്മൂത്താണ് ഡിസ്പ്ലേ ഒക്കെ. LCD ഡിസ്പ്ലേ ആണെങ്കിൽ നല്ലൊരു സ്മൂത്ത് ഇത് തരുന്നുണ്ട്. നമുക്ക് നോക്കുന്നത് തന്നെ നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ 8GB 128GB ഇൻ്റർണൽ സ്റ്റോറേജ് GB നമ്മളുകൊണ്ട് നല്ല സ്മൂത്ത് ഇതായിട്ട് ഫോൺ റൺ ആയിക്കോളും. പിന്നെ എക്സ്റ്റൻഡഡ് 3GB ഉള്ളതുകൊണ്ട് ഞാൻ എടുത്ത പറഞ്ഞ പോലെ. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ഇൻബിൽഡ് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട് ഫോൺ ഓൺ ആക്കി തന്നെ. അതായത് MX ടാക്ക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ, നെറ്റ്ഫ്ലിക്സ്, ഷെയർ ചാറ്റ്, ഇതൊക്കെ ഇൻബിൽഡ് ആയിട്ട് തന്നെ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ നമുക്കിത് സെറ്റിങ്സ് ഭാഗത്തിലേക്ക് നോക്കി അതിൻ്റെ OSും വെർഷൻസും കാര്യങ്ങളൊക്കെ നോക്കാം. എബൌട്ട് ഫോണിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ നമ്മുടെ Iqoo Z3 തന്നെ വിവോയുടെ തന്നെ ഫൺ ടച്ച് OS ആണ് ഇതിനകത്ത് വരുന്നത്. നമുക്കിവിടെ ഫോക്കസ് ചെയ്യാനായിട്ട് കാണിക്കുകയാണ്. ഇവിടെ കാണാൻ പറ്റും ഫൺ ടച്ച് OS എന്ന് കാണാൻ പറ്റും. പിന്നെ ഡിവൈസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് Iqoo Z3 5G എന്ന്. പിന്നെ പ്രോസസ്സറിൻ്റെ സ്പീഡും സ്നാപ്ഡ്രാഗൺ 768G പ്രോസസ്സറാണ് ഇതിനകത്ത് വരുന്നത്. അതായത് ഒക്ടാ കോർ പ്രോസസ്സറാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് 8 റാമിൻ്റെ സെക്ഷനിൽ 8GB + 3GB കൊടുത്തിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് 11 ആയിട്ടാണ് നമുക്കിത് വരുന്നത്. ആൻഡ്രോയിഡ് 11 വെർഷനാണ് ഈ ഒരു ഫോൺ. പിന്നെ 128GB സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം സാധാ ഫോൺ പോലെ IMEI നമ്പർ, സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്നീ കാര്യങ്ങളാണ് കൊടുത്താക്കുന്നത്. സോ ഗൈസ്, അപ്പോൾ ഇതിൻ്റെ നമുക്ക് ജസ്റ്റ് ഫോൺ ഓൺ ചെയ്തു. പക്ഷേ ഒരു കാര്യം മറന്നുപോയി, ക്യാമറയുടെ കാര്യം പറയാൻ മറന്നുപോയി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെയിൻ ക്യാമറ പറയുകയാണെങ്കിൽ ഒരു 64 MP മെഗാപിക്സലിൻ്റെ ക്യാമറയാണ് ഇതിന് വരുന്നത്. പിന്നെ നമുക്കൊരു 8 MBയുടെ വൈഡ് ക്യാമറ വരുന്നുണ്ട്. പിന്നെ 2 MBയുടെ ഒരു ഡെപ്ത് സെൻസറും പിന്നെ ഒരു ഫ്ലാഷും ആണ് നമുക്ക് ക്യാമറ സൈഡിലായിട്ട് വരുന്നത്. പിന്നെ ഫ്രണ്ടിലെ ക്യാമറ നോക്കുകയാണെങ്കിൽ 16 മെഗാപിക്സലിൻ്റെ ക്യാമറയാണ് വരുന്നത്. അപ്പോൾ പിന്നെ ഗൈസ്, ഈ ക്യാമറയുടെ സെക്ഷനിൽ എനിക്കൊരു ഇത് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ കൊടുത്തങ്ങനെ വാട്ടർ നോച്ച് ആയിട്ടാണ്. അതായത് ഒരു പഴയ അപ്ഡേറ്റ് ആണ്. ഇപ്പോഴത്തെ മിക്ക ഫോണിലും പുതിയ ബഡ്ജറ്റ് ഫോൺസിൽ വരെ വരുന്നത് വെച്ചാൽ പിൻ ഹോൾ ക്യാമറയിൽ സൈഡിലായിട്ടൊരു ക്യാമറയാണ്. അപ്പോൾ ഇത് പോരായ്മയാണ്. അവർക്കത് നോർമൽ പുതിയ ന്യൂ അപ്ഡേറ്റ് കൊടുക്കായിരുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയില്ല.
വിവോയുടെ ചില ഫോൺസിലൊക്കെ ഇപ്പോഴും അവർ പഴയ അപ്ഡേറ്റ് ബട്ടൺ നോച്ച് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഫോണിൻ്റെ ബോട്ടം സൈഡ് നോക്കുകയാണെങ്കിൽ മോണോ സ്പീക്കേഴ്സും ടൈപ്പ് സി ചാർജിങ് സ്ലോട്ടും ഹെഡ്ഫോൺ ജാക്കും നോയിസ് ക്യാൻസലേഷൻ മൈക്കുമാണ് വരുന്നത്. പിന്നെ നമുക്ക് മറ്റേ സൈഡ് പ്ലെയിനായിട്ട് തന്നെ കിടക്കുകയാണ്. പിന്നെ ഒരു ഡീസൻറ്റ് LCD ഡിസ്പ്ലേ 6.58 ഇഞ്ച് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇപ്പോഴത്തെ സൈഡിൽ വോളിയം റോക്കേഴ്സും പിന്നെ പവർ ഓൺ ബട്ടണും വിത്ത് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറുമാണ് വരുന്നത്. ടോപ്പ് വ്യൂ നോക്കുകയാണെങ്കിൽ നമുക്ക് സിം സ്ലോട്ട് വരുന്നുണ്ട്, അതായത് ഹൈബ്രിഡ് സിം സ്ലോട്ടും ഒരു നോയിസ് ക്യാൻസലേഷൻ മൈക്കുമാണ് വരുന്നത്. മൊത്തത്തിൽ ഫോൺ നല്ല ലുക്കിയാണ്, നല്ല സ്ലിം ഫോണാണ്. അത്യാവശ്യം വലിയ വെയിറ്റ് ഒന്നും വരുന്നില്ല, ലുക്ക് അടിപൊളിയാണ്. അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ഒരു ഫോൺ തന്നെയാണ്. എന്തായാലും എൻ്റെ റെക്കമെൻഷൻ നിങ്ങൾക്കിത് എടുക്കാം, കാരണം ഈ ഒരു ഫീച്ചേഴ്സ് വെച്ച് ഈ ഒരു ബഡ്ജറ്റിൽ നല്ല ഫോണാണ്. ഇതിൽ ലുക്കൊക്കെ കാണിക്കാൻ ഞാൻ ഇങ്ങനെ ഒരു ഇതെടുത്ത്. പിന്നെ നമുക്ക് ഫോൺ നല്ല സ്മൂത്തായിട്ട് തന്നെ പറഞ്ഞാൽ 8GB RAM പ്ലസ് 128 റിഫ്രഷ് റേറ്റും ഈ പ്രൊസസ്സറൊക്കെ കൊണ്ട് അടിപൊളിയാണ്. പിന്നെ നമ്മളിതിൻ്റെ ക്യാമറ സെക്ഷൻ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ ചില സമയത്ത് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ലൈറ്റ് ഇച്ചിരി ഓവറാണെന്ന് ചെറിയൊരു തോന്നലുണ്ട്. ലൈറ്റ് ഇച്ചിരി ഓവറായിട്ട് വരുന്നുണ്ട് ഫോട്ടോ എടുക്കുന്ന സമയത്തൊക്കെ ബാക്ക് ക്യാമറയിൽ നോക്കി. ഇപ്പോൾ ഫ്രണ്ട് ക്യാമറ അത്യാവശ്യം കുഴപ്പമില്ല, നല്ലതാണ്. പക്ഷേ അവർക്കൊരു 32 MB കൊടുക്കായിരുന്നു, എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ക്യാമറ തന്നെയാണ്. പിന്നെ ഗൈസ് ഇതൊരു ആൻഡ്രോയിഡ് 11 ഫോണാണ്. മാത്രമല്ല ഇതിൻ്റെ ബാറ്ററി വരുന്നത് 4400 mAh ബാറ്ററിയാണ് വരുന്നത്. എന്നാലും കുഴപ്പമില്ല, ഒരു ഡീസൻ്റായ ബാറ്ററി തന്നെയാണ്. ആൻഡ്രോയിഡ് 11 നിന്ന് നെക്സ്റ്റ് അപ്ഡേറ്റ് നമുക്ക് കിട്ടുന്നതാണ്, അടുത്ത OS വെർഷൻ ഇറങ്ങുമ്പോൾ അപ്ഡേറ്റ് കിട്ടുന്നതാണ്. സോ ഗൈസ് നമുക്ക് ഈ ഫോണിൽ 120 ഹെർട്സിൻ്റെ വരെ റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. മാത്രമല്ല നമുക്ക് 60 ഹെർട്സോ 90 ഹെർട്സിലേക്ക് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് സ്മാർട്ട് സ്വിച്ച് എന്ന് പറഞ്ഞ ഫീച്ചർ അവർ കൊടുത്തിട്ടുണ്ട്. ഒരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ഒപ്റ്റിമൈസ് ചെയ്തോളൂ ഓട്ടോമാറ്റിക്. നമ്മുടെ ഫോണിൻ്റെ ഇപ്പോൾ ഗെയിം കളിക്കുകയാണെങ്കിൽ ഗെയിമിനനുസരിച്ച് അത് റിഫ്രഷ് റേറ്റ് തന്നെ കൺവേർട്ട് ആയിക്കോളും. അപ്പോൾ അതിടാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ 120 കിട്ടുക ബാറ്ററി ലൈഫ് കുറച്ചും കൂടി കൂടുതൽ പെട്ടെന്ന് ഡ്രെയിൻ ആവുന്നതാണ്. സോ ഗൈസ് ഈ ഫോൺ മെയിൻലി എടുക്കാനായിട്ട് വരുന്നത് 6 റീസൺസ് ആണ്. 6 കാര്യങ്ങൾ കൊണ്ടാണ് ഈ ഫോൺ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് ഇരിക്കുന്നത്. അതായത് ഇന്ത്യയുടെ തന്നെ ഫസ്റ്റ് ഗോൾകോം പ്രൊസസ്സറാണ് 768G എന്ന് പറഞ്ഞ പ്രൊസസ്സർ. ഒരു ഗെയിമിംഗ് പ്രൊസസ്സറാണ്, വിത്ത് 5G ആണ് വരുന്നത്. 5G ഡുവൽ ബാൻഡ് സപ്പോർട്ടുള്ള ഒരു ഫോണാണിത്. അപ്പോൾ നമുക്ക് ഈ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൊസസ്സറാണ്. സ്നാപ്ഡ്രാഗണിൻ്റെ 768 ബഡ്ജറ്റ് പ്രൊസസ്സറാണ് ഇവർ നമുക്ക് തരുന്നത്. മാത്രമല്ല 55 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറും തരുന്നുണ്ട്. അതായത് അപ് ടു 50% വരെ 90 മിനിറ്റ്സിൽ നമുക്ക് ചാർജ് ആവുന്നതാണ് ഇവർ അവകാശപ്പെടുന്നുണ്ട്. പിന്നെ നമുക്ക് മെയിൻ ക്യാമറ 64 MB ഒരു മെയിൻ ക്യാമറ വിത്ത് GW3 സെൻസർ കിട്ടുന്നുണ്ട്. പിന്നെ 5 ലെയർ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റവും പിന്നെ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും നമുക്ക് കിട്ടുന്നുണ്ട്. 5 ലെയർ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഗെയിമൊക്കെ കളിച്ചാലും പെട്ടെന്ന് ചൂടാവാതെ ഇരിക്കുന്നുണ്ട്. പിന്നെ 120 ഹെർട്സ് വരെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അതും ഈ ഒരു റേഞ്ചിലുള്ള ഫോണിന് ഇത്രയും ഫീച്ചേഴ്സ് വരുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ആർക്കും വേണമെങ്കിൽ ഈ ഫോൺ അടിപൊളിയായിട്ട് മേടിക്കാൻ പറ്റും, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണാണ്. പിന്നെ നമുക്ക് വരുന്നത് വെച്ചാൽ ഏറ്റവും കൂടുതൽ 8GB RAM പ്ലസ് 3GB എക്സ്റ്റൻഡഡ് RAM വരുന്നുണ്ട്. അത് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ്. കാരണം നമുക്ക് ഇപ്പോൾ 8GB RAM വരെ യൂസ് ചെയ്താൽ തന്നെ നമുക്ക് 3GB സ്റ്റോറേജിൽ നിന്ന് എടുത്ത് യൂസ് ചെയ്യാനുള്ള ഫീച്ചർ കമ്പനി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫോൺ വൺ ഓഫ് ദ ഇപ്പോൾ ആൾക്കാരുടെ ഒരു ഗെയിമിംഗ് ഫോണായിട്ട് എടുക്കുമ്പോൾ തന്നെ ഒരു ഫേവറേറ്റ് ഫോണാകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഗെയിമിംഗ് ഫോണാണ്. ഇതുവരെ ഇറങ്ങിയതിൽ ഏറ്റവും ഫീച്ചേഴ്സൊക്കെ അടിപൊളിയായിട്ടാണ് ഇവർ ബിൽഡ് ചെയ്തതാണ്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സോ ഗൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പോൾ മാക്സിമം കൂട്ടുകാരിക്കും നമ്മുടെ വീഡിയോ എത്തിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് വിവോയുടെ തന്നെ സബ് ബ്രാൻഡായ Iqoo Z3 എന്ന് പറഞ്ഞ ഫോണിൻ്റെ അൺബോക്സിങ്ങും പിന്നെ ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും മാക്സിമം നിങ്ങളുടെ ഈ വീഡിയോ എത്തിക്കുക. മാത്രമല്ല നമ്മൾ ഇനിയും കുറേ വീഡിയോസ് ചെയ്യുന്നുണ്ട്. DJ പരമായ വീഡിയോസ്, ടെക്നോളജി പരമായ, എഡ്യൂക്കേഷൻ പരമായ വീഡിയോസ് നമ്മൾ കുറേ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ അപ്പുറത്തോട്ട് നിങ്ങൾ ബെല്ലൈക്കൻ അമർത്തുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. സോ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.